Good morning all. Sorry. നമുക്കിനി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത് 1001A ആണ്, അതായത് പാർട്ട് എ ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. പാർട്ട് ബി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അഥവാ കഴിഞ്ഞിട്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് നോക്കിക്കോൾ, വീഡിയോ ലിസ്റ്റ് ഉണ്ടാവും. നെക്സ്റ്റ് എന്താണ്? ഓക്കെ, പാർട്ട് എയിൽ എന്താണ്? റീഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ്സ് ആൻഡ് ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ്. ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്താണ്? I used to go fishing in Vancouver with my dad until just a few years ago. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തൊരു എന്താണ്, എനിക്ക് തോന്നുന്നു ഓൾ ദ ക്വസ്റ്റ്യൻസ് ഫ്രം ഈ എസ്പെഷ്യലി സ്റ്റോറീസിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും ഏകദേശം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഹൂ ഇസ് ദ സ്പീക്കർ? ദ സ്പീക്കർ ഇസ് സെവൻ സുസുക്കി. വാട്ട് ഹാപ്പൻ ടു ദ ഫിഷ്? ദ ഫിഷ് ഡൈഡ് ഓഫ് ക്യാൻസർ. ഓക്കെ, ഡിസ്ക്രൈബ് ദ കോണ്ടെക്സ്റ്റ്. അപ്പം എന്തുകൊണ്ടാണ് സെവൻ സുസുക്കി ഇങ്ങനെ പറയുന്നത്? അപ്പം സെവൻ സുസുക്കിൻ്റെ ഒരു ചെറിയ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. സെവൻ സുസുക്കി ഈസ് എ ചൈൽഡ് ആക്ടിവിസ്റ്റ് and she has come to the Earth Summit at Rio de Janeiro to speak about the dangers of environmental pollution and what measures they can take to stop it. And she is using her experiences as an example of how the world has changed. Okay, ഇങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ കുറേ നിങ്ങൾക്ക് എക്സാമ്പിൾസ് ആയിട്ട് എഴുതി തന്നിട്ടുണ്ട് സെവൻ സുസുക്കിൻ്റെ സ്പെഷ്യലി. അത് നിങ്ങൾ ഏതാണ് അപ്രോപ്രിയേറ്റ് നോക്കിയിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് ഐ ഹോപ്പ് യുവ് ഡൺ ദാറ്റ്. ഓക്കെ, അപ്പോൾ കോണ്ടെക്സ്റ്റ് ഇവിടെ എന്താണ്? ഇത് പറയുമ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? ഫിഷിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത് പറഞ്ഞത്? അപ്പോൾ സെവൻ സുസുക്കി ആരാണ്? ഒരു ചൈൽഡ് ആക്ടിവിസ്റ്റ് ആണ്. അപ്പം അവളുടെ പേർപ്പസ് എന്താണ്? അവൾ വന്നിട്ട് അവളുടെ എക്സ്പീരിയൻസസിലോട് കൂടെ എന്താണ് ചെയ്യുന്നത്? അഡൾട്ട്സിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെയാണ് എന്താണ് ഇത്രയും ചേഞ്ചസ് വന്നു ഈ വേൾഡിൽ, അതെങ്ങനെയാണ് നമ്മൾ ആ ചേഞ്ചസിനോട് നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒക്കെ രീതിയിലാണ് സെവൻ സുസുക്കി ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ബിക്കോസ് ഹി വിസ്പേർഡ് വീനസ് വെൻ ദേ ടോക്ട് അബൌട്ട് ദ വാട്ടറി പ്ലേസ് ഐ തോട്ട് ദേ മെന്റ് വെനിസ്. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഷെരിഫ് ഇൻ ദ സ്റ്റോറി? ദ നെയിം ഓഫ് ദ ഷെരിഫ് ഇൻ ദ സ്റ്റോറി ഈസ് ബാർട്ട് കാമറൂൺ. വൈ ഡിഡ് ഹി മിസ്റ്റേക്ക് വെനിസ് ഫോർ വീനസ്? ഹി മിസ്റ്റോക്ക് ഇത് വീനസ് ഫോർ വെനിസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ റോങ് ആണ്. ഹി മിസ്റ്റോക്ക് വീനസ് ഫോർ വെനിസ് ബിക്കോസ് ഹി മിസ് ഹേർഡ് ദെം. ഓക്കെ, കാരണം അവർ പറഞ്ഞത് എന്താണ്? ആൻഡ് ബിക്കോസ് വൺ ഹി മിസ് ഹേർഡ് ദെം ആൻഡ് സെക്കൻഡ് when they spoke about the watery place, വെനിസ് ഒരു പ്ലേസ് ആണ് ഇറ്റലിയിൽ. ഇതും ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അവിടെയും എന്താണ്, there's a lot of water, floating restaurants and floating boats, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് വെനിസ്. അപ്പം അതുകൊണ്ടാണ് എന്താണ് ഷെരിഫ്, because there are floating restaurants and because Venice too is a watery place, he mistook Venus for Venice. Okay, what was the impact of his mistake? ഇത് ഞാൻ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് ഹിസ് മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ദ ഇമ്പാക്ട് ഓഫ് ഹിസ് മിസ്റ്റേക്ക് വാസ് ദാറ്റ് ദ ഏലിയൻസ് promised that they would never contact the earth again, and that the human beings would never be able to contact the aliens and vice versa, and they would tie a warning girdle around the earth so that no one could contact earth and earth could not contact anyone else either. Okay, ഇതായിരുന്നു ഇമ്പാക്ട്. ഏലിയൻസിന് നമുക്കും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, ഏലിയൻസിന് നമുക്കും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. You can melt down all the gold medals and cups I have and they couldn't be plating on the 24 karat friendship. Okay, അപ്പം എന്താണ്, എല്ലാ ഗോൾഡ് മെഡൽസും കപ്സും എന്താണ് മെൽറ്റ് ചെയ്താലും എന്താണ് എൻ്റെ നമ്മളെ 24 കാരറ്റ് ഫ്രണ്ട്ഷിപ്പിലേക്ക് അത് എന്നാലും കുറവായിരിക്കും. ഇതിൽ സ്പീക്കർ ആരാണ്? ഹു ഇസ് ദ സ്പീക്കർ? ദ സ്പീക്കർ ഹിയർ ഇസ് ജെസ്സി ഓവൻസ്. വാട്ട് ഈസ് ദ ഫ്രണ്ട്ഷിപ്പ് റെഫർ ടു ഹിയർ? ദ ഫ്രണ്ട്ഷിപ്പ് റെഫർ ടു ഹിയർ ഇസ് ദാറ്റ് ഓഫ് ലാസ് ലോങ് ആൻഡ് ജെസ്സി ഓവൻസ്. എക്സ്പ്ലെയിൻ ദ കോണ്ടെക്സ്റ്റ്. എപ്പാണ് ഇത് പറയുന്നത്? അപ്പോൾ എന്താണ്, ജെസ്സി ഓവൻസ് ഹാഡ് വൺ ദ ഒളിമ്പിക്സ് ആൻഡ് ലാസ് ലോങ് വാസ് ദ റണ്ണർ അപ്പ്, ബട്ട് Lars Long was equally happy for his friend's win as he would have been of his own win. അപ്പോൾ ലാസ് ലോങ് എന്താണ്, ജെസ്സി ഓവൻസ് ജയിച്ചാലും അത്രയും സന്തോഷത്തിൽ തന്നെയായിരുന്നു. അയാൾ സ്വന്തം ജയിച്ചാൽ എത്ര സന്തോഷമാവുമായിരുന്നു, അത്രയും സന്തോഷം തന്നെയായിരുന്നു ജെസ്സി ഓവൻസ് ജയിച്ചപ്പോൾ ആയത്. അപ്പം ആ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ്, അതുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. കാരണം അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്താണ്, എത്ര കപ്പും ഗോൾഡൻ കപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെൽറ്റ് ചെയ്താലും എന്താണ്, അവരെ ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പിനെക്കാട്ടും കൂടുതൽ അതൊരിക്കലും ആവില്ല.
His purpose was to defend such areas as are generally attacked during scholastic punishments. Okay. അപ്പം ഇത് പറഞ്ഞിരുന്ന ആളാരാണ്? ഇതാ കുട്ടിയാണ്. I think it's Johnny. Okay. Johnny is being referred to here. How did he defend himself? He put newspapers under his shirt to protect himself against the beating. Okay. Context എന്താണ്? ഇവിടെ എന്താണ്? Johnny had been hit by a newspaper by policeman O'Brien, and what he did is he brought the newspaper home, and after his sister Gladys had used half the paper, he took the other half of the newspaper and put it inside his shirt so that when the teachers in school hit him, he would not get hurt. അപ്പം സ്കൂളിലൊക്കെ അടി കിട്ടുമ്പം അടി കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയാണ് ന്യൂസ് പേപ്പർ വെച്ചത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇതിലേക്ക് പോവാം, ഗ്രാമർ സെക്ഷനിലേക്ക് പോവാം. Fill up using the appropriate words given in brackets. The giant panda is an endangered species. By the time they reached there, the deer vanished from sight. Okay? He is the epitome of a modern young man. Okay. The government decided to set up an atomic plant in an isolated place. The old lady looked very weak and haggard. Okay, read the following sentences and find out the meaning of the words in bold letters from the context. Okay, meaning എന്താണെന്ന് നമുക്ക് നോക്കാം. The student replied to the teacher with a witty answer and the class laughed. അപ്പോൾ ഇവിടെ witty എന്ന് പറയുമ്പോൾ എന്താണ്? Funny. The tower will topple if it has too much weight at the top. അപ്പോൾ എന്താണ്? Will fall over. After the final exam, students felt as though an enormous burden had been lifted from their minds. Huge burden. Okay. My friend was so forlorn when her dog died that she cried for a week. ഇതും ഈ സെൻറ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. സാഡ് ആണ്. ഓക്കെ, ആൻസർ. Answer the set of questions in A or B. Correct the errors in collocation and rewrite the sentences. Madhu made a bath in the cold water. Not made a bath, took a bath. Okay. Did you take a plan to visit the zoo? Did you make a plan? അപ്പം make a plan ഉം take a bath ഉം ആണ്. took a bath ആണ്. നെക്സ്റ്റ് എന്താണ്? ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കണം, ഇറ്റ് ഈസ് ഐദർ എ ഓർ ബി. ഇപ്പം എൻ്റെ പാർട്ട് 1 ഉം 2 ആണ് നമ്മൾ ചെയ്തത്. ഒന്നിക്ക് ഇത് അല്ലെങ്കിൽ ബി ആയിരുന്നു അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. റൈറ്റ് ഡൗൺ എ സിനോണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ സെൻറ്റൻസ്. Some brave boys try to climb up the mountain. Okay. ഇവിടെ ഐ ഡോണ്ട് തിങ്ക് അണ്ടർലൈൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നത്, പക്ഷേ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ബ്രേവ്. അപ്പോൾ ബ്രേവ് ആണെങ്കിൽ സം വേലിയൻറ്റ് അല്ലെങ്കിൽ സം കറേജിയസ് ബോയ്സ് ട്രൈ ടു ക്ലൈംബ് അപ്പ് ദ മൗണ്ടൻ. നെക്സ്റ്റ് എന്താണ്? ആൻറ്റണിം ആണ് പറയേണ്ടത്, അതായത് ഓപ്പോസിറ്റ് ആണ് പറയേണ്ടത്. റോഹൻ സെഡ് ദ എക്സാം വാസ് ഡിഫിക്കൾട്ട്. ഇതെന്താണ്? ഡിഫിക്കൾട്ടിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഈസി അല്ലെങ്കിൽ സിമ്പിൾ. The example simple alengi easy. Okay. The following passage has some errors. They are given in bold letters. Rewrite the passage by replacing them with the correct words. Okay. One day my class was filled in excitement. Someone discovered that the next day was our teacher's birthday. Okay. With an okay. One day my class was filled with excitement. Someone discovered that the next day was our teacher's birthday. She was the kindest person that I had ever come across. She was the favorite to the pupils of. Okay, favorite in spelling wrong aanu. FAVOURITE. Okay. I spent the whole afternoon shopping for a present. I gave her a bouquet of beautiful roses. Answer either A or B. Okay. ഇവിടെയും അതേപോലെ തന്നെയാണ്. Fill up the blanks choosing the right words from those given in the brackets. Childhood is a time when there are little responsibilities to make life difficult. അല്ലെങ്കിൽ few responsibilities to make life difficult. If a child has good parents, he is fed, looked after and loved. A child finds pleasure playing in rain. His first visit to the seaside will be a memorable adventure trip. ഓക്കെ, ബിയിൽ എന്താണ്? ബി ഒരു പിക്ചറാണ്. ഇതും എനിക്കൊന്ന് നമ്മൾ കണ്ടതാണ്. ഇവിടെ എന്താണ്? ഇത് ഒരു പാർക്കാണ്.
There's an ice cream van in the park. There are children playing. Two little boys are playing ball. One girl is reading a book, having a picnic all by herself. പിന്നെന്താണ്, there is a boy standing in the corner. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്യുന്നത്, അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് പിക്ചർ റൈറ്റിംഗിൽ. ആസ് യു നോ, my name is Thomas. I live in a farm near Kottayam. I raise livestock and grow vegetables there. I have been living here from 2001. I usually wake up at 6 o'clock. Yesterday I went to the market to sell some vegetables. Okay, ഇവിടെ എന്താണ് നോട്ടീസ് ആണ് നെക്സ്റ്റ് ഉള്ളത്. സൈലൻസ് പ്ലീസ് എന്ന് പറയുമ്പം പ്ലീസ് റിമെയിൻ സൈലൻറ്റ്. നോ എൻട്രി എന്ന് പറയുമ്പം എൻട്രി ഈസ് നോട്ട് പെർമിറ്റഡ്. സ്റ്റിക്ക് നോ ബിൽസ് എന്ന് പറയുമ്പം ഡു നോട്ട് സ്റ്റിക്ക് ബിൽസ് ഹിയർ. ഓക്കെ, points in agreement and disagreement. Okay, mobile phones are necessary for students. Okay, ഇതിൻ്റെ അഗ്രിമെൻറ്റ് ഡിസഗ്രിമെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് എന്താണ്, സെൽഫ് ഇൻട്രൊഡക്ഷൻ ആൻഡ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. ടെലിഫോൺ കോൺവെർസേഷൻ. ഓക്കെ, hello, I am Rahul and I would like to can I please speak to Joseph? ജിമ്മി എന്താണ് പറയുന്നത്? ഹായ് രാഹുൽ, ഐ ആം ജോസഫ്സ് ബ്രദർ ജിമ്മി. ഓക്കെ, ഐ ആം ജോസഫ്സ് ബ്രദർ. ഓക്കെ, നോട്ട് രാഹുൽ ഇസ് നോട്ട് അവൈലബിൾ. ഇവിടെയും മിസ്റ്റേക്ക് ഉണ്ട്. ജോസഫ് ഇസ് നോട്ട് അവൈലബിൾ എന്നാണ് പറയേണ്ടത്. ഹായ് രാഹുൽ, ഐ ആം ജോസഫ്സ് ബ്രദർ ജിമ്മി. ഐ എം സോ സോറി, ഹി ഈസ് നോട്ട് അവൈലബിൾ. നെക്സ്റ്റ് എന്താണ്, രാഹുൽ എന്താണ് പറയുന്നത്? ആസ് ടു കോൾ. ഓക്കെ, കെൻ യു പ്ലീസ് ആസ്ക് ഹിം ടു കോൾ മീ ബാക്ക്. ദിസ് ഇസ് മൈ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു മൊബൈൽ നമ്പർ കൊടുക്കുക. ജിമ്മി എന്താണ്, കെൻ യു പ്ലീസ് റിപ്പീറ്റ് ദ നമ്പർ? രാഹുൽ റിപ്പീറ്റ്സ് ദ നമ്പർ. താങ്ക്സ് എ ലോട്ട്. ഇതാണ്. ഓക്കെ, റൈറ്റ് എ പാരഗ്രാഫ് ഓൺ എനി വൺ ഓഫ് ദ ഫോളോയിങ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഓർ ഡ്രഗ് അബ്യൂസ്. രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ആണ് ഇൻ ക്ലാസ്. ഓക്കെ, write a paragraph on any one of the following. Your friend is confused about. Write a conversation of about 6 exchanges giving him or her proper advice. ഇത് ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഓക്കെ, ഓക്കെ, പിന്നെ സ്ലൈഡ്സും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാം നമ്മൾ റിവിഷൻ ക്ലാസ് ഡിസ്കസ് ചെയ്ത സംഭവങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ റിവിഷൻ ക്ലാസ്സിലല്ലെങ്കിൽ ക്ലാസ് ചെയ്യുമ്പോൾ ആണെങ്കിലും ഡിസ്കസ് ചെയ്താത്ത ഒന്നും പുറത്തുനിന്നൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഐ ഹോപ്പ് യു എക്സാം വാസ് ഗുഡ്. താങ്ക് യു.